തുലാം രാശിക്കാരെ ഒന്ന് നിൽക്കൂ. ഒരു നിമിഷം. ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. ഇത് ഒരു യോഗം. ഇത് ഒരു ദൈവിക സൂചന. ആകാശത്ത് ഇപ്പോൾ നടക്കുന്ന ഗ്രഹമാറ്റങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പലർക്കും ഇപ്പോൾ ഉറക്കം ശരിയാകുന്നില്ല. പലർക്കും ഒരു അസ്വസ്ഥത ഉള്ളിൽ തോന്നുന്നുണ്ട്. ചിലർക്ക് ഒരു കാരണവുമില്ലാതെ കണ്ണ് നിറയുന്നുണ്ട്. ചിലർക്ക് ഒരു വലിയ മാറ്റം ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു തോന്നൽ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിയാണ്. ആ തോന്നൽ നിങ്ങളെ ചതിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഗ്രഹങ്ങൾ ചെയ്യുന്നത് അസാധാരണമാണ്. വളരെ അസാധാരണമാണ്. ഇത്തരം ഒരു ഗ്രഹ കൂടിച്ചേരൽ നൂറ്റാണ്ടുകൾക്ക് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ പോലും ഇത്ര ശക്തമായ രീതിയിൽ തുലാം രാശിയുടെ മേൽ ഈ ഊർജം വന്നിട്ടില്ല. ഇത് ഒരു പ്രത്യേക നേരം. ഈ ഘട്ടം, ഈ നേരം, ഇത് നിങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. തുലാം രാശിക്കാർക്ക് ഒരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരു തുലാസ് പോലെ ജീവിക്കുന്നവരാണ്. ഒരു വശത്ത് ഒന്ന് കൂടിയാൽ നിങ്ങൾ ഉള്ളിൽ ചലിക്കും. ഒരു വശത്ത് ഒന്ന് കുറഞ്ഞാൽ ആ വേദന നിങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിക്കും. ഈ ഗുണം നിങ്ങൾക്ക് ഒരേ സമയം ശക്തിയും ദൗർബല്യവുമാണ്. ബന്ധങ്ങളിൽ, ജോലിയിൽ, കുടുംബത്തിൽ നിങ്ങൾ എപ്പോഴും സന്തുലനം തേടുന്നവരാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ആ സന്തുലനം ചിലപ്പോൾ ഉലഞ്ഞേക്കും. ആ ഉലച്ചിൽ ഒരു ശിക്ഷ അല്ല. ആ ഉലച്ചിൽ ഒരു ഉണർത്തലാണ്. ഈ ഗ്രഹ ഊർജം നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ വരുന്നു. ആ ചോദ്യം ഇതാ: ഇനിയുള്ള ജീവിതം ഏത് ദിശയിൽ? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ ഈ ജീവിതത്തിന്റെ ഒരു നിർണായക ദിശ നിശ്ചയിക്കും. ഗുരു, ബൃഹസ്പതി, ദേവഗുരു. ഈ ഗ്രഹം ഇപ്പോൾ ഒരു വലിയ നിലയിൽ ചലിക്കുകയാണ്. ഗുരുപെയർച്ചി. ഈ വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഭയം ഉണ്ടാകും. ചിലർക്ക് ഒരു ആശ തോന്നും. പക്ഷേ ഗുരു ഒരിക്കലും ഭയപ്പെടേണ്ട ഗ്രഹം അല്ല. ഗുരു ഒരു ഗുരു തന്നെയാണ്. ഒരു ഗുരു ചിലപ്പോൾ ശിഷ്യനെ ഒരു കടിഞ്ഞാൻ ഇടും. ആ കടിഞ്ഞാൻ ഒരു ശിക്ഷ അല്ല, ഒരു ദിശ. ഗുരുവിന്റെ ഈ ഗ്രഹചലനം ഇപ്പോൾ തുലാം രാശിക്കാരുടെ 7ാം ഭാവത്തിൽ ശക്തമായ ഊർജം ഉണർത്തുകയാണ്. 7ാം ഭാവം, ഇത് ബന്ധങ്ങളുടെ ഭവനം. ഇത് ദാമ്പത്യത്തിന്റെ ഭവനം. ഇത് ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഇടം. ഗുരു ഇവിടെ ചലിക്കുമ്പോൾ ജീവിതത്തിലെ ഒരു പ്രധാന ബന്ധം ഒരു നിർണായക തിരിവ് നേടും. ഇത് ഒരു ഭീഷണിയല്ല. ഇത് ഒരു ദൈവിക ഒരുക്കമാണ്. ഇതോടൊപ്പം ശനി ഭഗവാൻ. ഇദ്ദേഹം നീതിയുടെ ദേവൻ. ഇദ്ദേഹം ക്ഷമയുടെ ദേവൻ. ഇദ്ദേഹം കർമ്മഫലത്തിന്റെ ദേവൻ. ശനി ഇപ്പോൾ ഒരു പ്രത്യേക ഭവനത്തിൽ ഇരുന്ന് തുലാം രാശിക്കാരുടെ ജീവിതം സസൂക്ഷ്മം നോക്കുകയാണ്. നിങ്ങൾ ചെയ്ത കർമ്മം, നിങ്ങൾ ഇതുവരെ ജീവിച്ചുവന്ന രീതി, നിങ്ങൾ ചൊരിഞ്ഞ സ്നേഹം, നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച കണ്ണീർ, ഇതൊക്കെ ശനി കണ്ടിരിക്കുന്നു. ശനി ഒന്നും മറക്കില്ല. ശനി ഒന്നും വിട്ടുകളയില്ല. ഈ ഘട്ടത്തിൽ ശനി നൽകുന്നത് ഒരു കണക്കുതീർക്കലാണ്. ആ കണക്കുതീർക്കൽ ചിലർക്ക് ഒരു ഉയർച്ചയായിരിക്കും. ചിലർക്ക് ഒരു ചെറിയ വെല്ലുവിളിയായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പ്: ശനി ഒരിക്കലും അർഹതയില്ലാത്ത ഒരു ഫലം നൽകില്ല. നിങ്ങൾ അർഹിക്കുന്നത് ഈ നേരം ലഭിക്കും. ഇനി രാഹു, ഇനി കേതു. ഈ 2 ഛായാഗ്രഹങ്ങൾ, ഇവ ഏതൊരു ജ്യോതിഷ ആഖ്യാനത്തിലും ഒരു നിഗൂഢ ഊർജം ഉണർത്തും. രാഹുവിന്റെ ദൃഷ്ടി ഇപ്പോൾ തുലാം രാശിക്കാർക്ക് ഒരു പ്രത്യേക ഭവനത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. ആ ഭവനം ആഗ്രഹങ്ങളുടെ ഭവനം, സ്വപ്നങ്ങളുടെ ഭവനം, ഭൗതിക ലോകത്തോടുള്ള ആകർഷണത്തിന്റെ ഭവനം. രാഹു ഇവിടെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു അദൃശ്യ ശക്തി ചലിക്കും. ചിലർക്ക് ആ ശക്തി ഒരു അപ്രതീക്ഷിത അവസരമായി വരും. ചിലർക്ക് ഒരു അപ്രതീക്ഷിത വ്യക്തി ജീവിതത്തിൽ കടന്നുവരും. ചിലർക്ക് ഒരു ദീർഘകാല ആഗ്രഹം ഈ നേരം യാഥാർത്ഥ്യമാകും. ഇനി കേതു. കേതുവിന്റെ ഊർജം ആത്മീയ ഉണർവിന്റേതാണ്. കേതു പറയുന്നത് ഭൗതിക ലോകം മാത്രം ജീവിതം അല്ല. ഉള്ളിൽ ഒരു ആഴമുണ്ട്, ആ ആഴം തേടൂ. ഈ ഘട്ടത്തിൽ ആ ആഴം തേടുന്ന തുലാം രാശിക്കാർക്ക് ഒരു അസാധാരണ ആത്മീയ അനുഭവം ഉണ്ടാകും. 150 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഗ്രഹ ഊർജം ഇപ്പോൾ ആകാശത്ത് ഉണർന്നിരിക്കുന്നു. ഇത് ഞാൻ ഊതിപ്പെരുപ്പിക്കുന്ന ഒരു വാക്ക് അല്ല. ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ഇത്തരം ഒരു ഗ്രഹസംഗമത്തെ മഹായോഗ എന്ന് വിളിക്കുന്നു. ഈ യോഗം, ഈ ഘട്ടം, ഈ ഗ്രഹ ഊർജം, ഇത് ഒരു ചെറിയ കാര്യം അല്ല. ഇത് ഒരു ദൈവദത്തമായ നേരം. ഈ നേരം ഉറങ്ങിക്കഴിഞ്ഞു പോകരുത്. ഈ നേരം ഉണർന്ന് ഇരിക്കണം. ഈ നേരം ഒരു ഉദ്ദേശ്യത്തോടെ ജീവിക്കണം. കാരണം ഇത്തരം ഒരു ഊർജം ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒന്നാണ്. അത് ഒരിക്കൽ പോയാൽ തിരിച്ചുവരില്ല. ഈ ഗ്രഹ ഊർജത്തിന്റെ ആദ്യ സ്വാധീനം ഇതാ ഇപ്പോഴേ അനുഭവിക്കുന്ന ചിലർ ഉണ്ടാകും. ചിലർക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപ്രതീക്ഷിത ഫോൺ കോൾ ലഭിച്ചിരിക്കും. ഒരു പഴയ ബന്ധം, ഒരു പഴയ വ്യക്തി, ഒരു പഴയ ഓർമ്മ ഒന്ന് തിരിച്ചുവന്ന് മുന്നിൽ നിന്നിരിക്കും. ചിലർക്ക് ഒരു ജോലി സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും. ചിലർക്ക് ഒരു ആരോഗ്യ ചെറുസൂചന ശരീരം നൽകിയിരിക്കും. ഇതൊക്കെ ആ ഗ്രഹ ഊർജത്തിന്റെ ആദ്യ അലകളാണ്. ഇത് ഒരു ഭീഷണിയല്ല. ഇത് ഒരു ഉണർത്തലാണ്. ഇനി ജീവിതത്തിൽ ഉണർന്ന് ഇരിക്കണം. ഇനി ഓരോ ചുവടും ബോധത്തോടെ വെക്കണം. ഇനി ഞാൻ നേരിട്ട് നിങ്ങളോട് സംസാരിക്കട്ടെ. ജോലി ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് ഈ അടുത്ത 15 ദിവസങ്ങൾ ഒരു നിർണായക ഘട്ടമാണ്.
ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോലിസ്ഥലത്ത് ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന ചിലർ ഉണ്ടാകും. ഒരു സഹപ്രവർത്തകനോടുള്ള ചെറിയ ഉരസൽ, ഒരു ഉദ്യോഗസ്ഥനോടുള്ള ഒരു ആശയവ്യത്യാസം, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സന്ദർഭം മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഒരു ഉത്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഉത്തരം തിടുക്കത്തിൽ നൽകരുത്. ഈ ഘട്ടത്തിൽ ക്ഷമ ഒരു ആയുധമാണ്. ഒരു ആഴ്ച 15 ദിവസം ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. ഗ്രഹ ഊർജം ഈ നേരം ആ ക്ഷമക്ക് ഒരു ഫലം നൽകും. ആ ഫലം ഒരു നല്ല ഫലമാണ്. ബിസിനസ് ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു നവ ഉദയമാണ്. ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിസിനസ് ഒരു ചെറിയ ഇടിവ് അനുഭവിച്ചിരിക്കും. ചില കരാറുകൾ നടക്കേണ്ടത് നടന്നില്ല. ചില ഇടപാടുകൾ കാത്തിരുന്നിട്ടും ഫലം ഉണ്ടായില്ല. ചില ബന്ധങ്ങൾ ബിസിനസ് രംഗത്ത് ഒരു ശരിയായ ദിശ കണ്ടില്ല. ഇതൊക്കെ ഒരു ഘട്ടമാണ്. ഈ ഘട്ടം കഴിയാൻ പോകുന്നു. ഗ്രഹദശ ഒരു ചക്രമാണ്. ആ ചക്രം ഇനി തിരിഞ്ഞ് ആ ദിശ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുകയാണ്. ഒരു പ്രധാനപ്പെട്ട ബിസിനസ് ഇടപാട്, ഒരു വലിയ കരാർ, ഒരു നല്ല സഹകരണം, ഇവ ഈ ഘട്ടത്തിൽ ദൃശ്യമാകും. ഇനി ഞാൻ ഒരു കാര്യം നേരിട്ട് പറയണം. ഈ അടുത്ത 7 ദിവസങ്ങൾ ഇത് ഒരു ജ്യോതിഷ ദൃഷ്ടിയിൽ ഒരു ഭൂകമ്പം പോലെയാണ്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഒരു ഭൂഗർഭ ഊർജം ഉണർന്ന് ഭൂമിയെ ഒന്ന് ഉലയ്ക്കും. ആ ഉലച്ചിൽ ഭൂമി ഒരു നവഘടന സ്വീകരിക്കാനാണ്. ഈ ഗ്രഹ ഊർജവും അതുപോലെയാണ്. ഉലഞ്ഞാൽ ഭയക്കരുത്. ഉലഞ്ഞ ശേഷം ഒരു സ്ഥിരത വരും. ആ സ്ഥിരത ഇതുവരെ ഉണ്ടായതിനേക്കാൾ ഉറപ്പ് ആയിരിക്കും. അടുത്ത 7 ദിവസങ്ങളിൽ ഒരു ആദ്യ സംഭവം നടക്കും. ഒരു ബന്ധം, ഒരു ആഴമേറിയ ബന്ധം, ഒരു നിർണായക തിരിവ് എടുക്കും. ഇത് ഒരു ദീർഘകാല ബന്ധം ആകാം, ഒരു കൂട്ടുകാരൻ ആകാം, ഒരു കുടുംബ ആകാം, ഒരു ജീവിത പങ്കാളി ആകാം. ആ ബന്ധം ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഉടമ്പടി, ഒരു ചർച്ച, ഒരു ആഴമേറിയ സംഭാഷണം, ഒരു വ്യക്തത, ഇതിൽ ഒന്ന് ആവശ്യപ്പെടും. ആ ചർച്ചയെ ഭയക്കരുത്. ആ ചർച്ചയ്ക്കുള്ളിൽ ഒരു ദൈവിക ഊർജം ഉണ്ട്. ആ ദൈവിക ഊർജം ആ ബന്ധം ഒരു ഉന്നത തലത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ആദ്യ ഘട്ടം. ഇത് ആദ്യ ഘട്ടം. രണ്ടാം ഘട്ടം. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു രണ്ടാം സംഭവം. ഇത് പണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു അപ്രതീക്ഷിത ധനാഗമം. ഒരു കാലം മുതൽ കാത്തിരുന്ന ഒരു തുക, ഒരു ബകായ, ഒരു കടം, ഒരു ഉടമ്പടി, ഇവ ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഫലം കാണും. ചിലർക്ക് ഒരു ബോണസ്, ചിലർക്ക് ഒരു ഇൻക്രിമെന്റ്, ചിലർക്ക് ഒരു ബിസിനസ് ലാഭം, ചിലർക്ക് ഒരു ആകസ്മിക സഹായം ഒരു ആൾ വഴി ലഭിക്കും. ഈ ഗ്രഹ ഊർജം ധനഭവനത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്നു. ആ ചലനം ഒഴുക്ക് നിന്ന ഒരു നദിയിൽ വീണ്ടും ജലം ഒഴുകിത്തുടങ്ങുന്നത് പോലെയാണ്. ദൈവം ഒരു ദ്വാരം തുറക്കും. ആ ദ്വാരത്തിലൂടെ ഒരു നല്ല ഊർജം ഒഴുകിവരും. ആ ഊർജത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കൂ. മൂന്നാം ഘട്ടം. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു മൂന്നാം സംഭവം. ഇത് ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഉണർവ് ആണ്. ഒരു ദിവസം, ഒരു ഉച്ചനേരത്ത് അല്ലെങ്കിൽ ഒരു ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഒരു ആഴമേറിയ ചിന്ത ഉള്ളിൽ ഉണർന്നുവരും. ആ ചിന്ത, ഞാൻ ഏത് ദിശയിൽ ആണ് ജീവിക്കുന്നത്? ആ ചിന്ത ഒരു ഭ്രാന്ത് അല്ല. ആ ചിന്ത ഒരു ജ്ഞാനോദയമാണ്. ഗ്രഹ ഊർജം നിങ്ങളെ ഉള്ളിൽ നിന്ന് ഉണർത്തുകയാണ്. ആ ഉണർവ് ഒരു ദൈവദത്ത നിമിഷം. ആ നിമിഷത്തിൽ ഒരു തീരുമാനം എടുക്കൂ. ആ തീരുമാനം ഈ ജീവിതത്തിന്റെ ദിശ മാറ്റും. ഇനി നമുക്ക് ബന്ധങ്ങളുടെ ഋത്തിലേക്ക് ഇറങ്ങാം. തുലാം രാശിക്കാർക്ക് ബന്ധങ്ങൾ ജീവന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ബന്ധങ്ങളിൽ ജീവിക്കുന്നവർ ആണ്. ഒരു ആൾ ഇല്ലെങ്കിൽ, ഒരു ആഴമേറിയ ബന്ധം ഇല്ലെങ്കിൽ ജീവിതം ശൂന്യം ആകും എന്ന് തോന്നും. ഇത് ഒരു ദൗർബല്യം അല്ല. ഇത് ഒരു ഗുണമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ഗ്രഹ ഊർജം ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഉള്ളിൽ ഒതുക്കിവെച്ചത് പറഞ്ഞോ? നിങ്ങൾ ആ ഒരു ആളോട് ഒരിക്കൽ പോലും ഉള്ളം തുറന്ന് സംസാരിച്ചോ? ഈ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉത്തരം ആവശ്യപ്പെടും. ആ ഉത്തരം ഒഴിഞ്ഞു മാറരുത്. ആ ഉത്തരം നൽകൂ. ആ ഒരു ഉള്ളം തുറക്കൽ ഒരു ബന്ധത്തെ ഒരു ആഴമേറിയ ബന്ധം ആക്കും. പ്രണയ ജീവിതത്തിൽ ഉള്ള തുലാം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ഉടമ്പടിയുടെ നേരമാണ്. ഒരു ആഴമേറിയ ബന്ധം, ഒരു പ്രതിബദ്ധത, ഒരു ഉടമ്പടി, ഇതിലേക്ക് ഈ ബന്ധം ചലിക്കും. ചിലർ ഒരു ദീർഘകാല സ്നേഹം ഒരു ഔദ്യോഗിക ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ഈ നേരം അനുകൂലമാണ്. ഗ്രഹ ഊർജം ആ ദിശ തുറക്കുന്നു. 7ാം ഭാവം ഗുരുവിന്റെ ദൃഷ്ടിയിൽ ആകുമ്പോൾ ഒരു പ്രണയബന്ധം ഒരു ദൃഢബന്ധമാകും. ആ ദൃഢബന്ധം ഒരു ദൈവ ആശീർവാദത്തോടെ ഉണ്ടാകും. ഭയക്കരുത്. ആ ഒരു ചുവട് മുന്നോട്ട് വെക്കൂ. ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള തുലാം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ഒത്തൊരുമ ഉണ്ടാക്കുന്ന നേരമാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറിയ ഭിന്നത ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഒരു ചെറിയ വഴക്ക്, ഒരു ചെറിയ തെറ്റിദ്ധാരണ, ഒരു ചെറിയ ദൂരം, ഇത് ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ഈ ഘട്ടത്തിൽ ഉരുകും. ഗ്രഹ ഊർജം ഒരു ദൈവസ്നേഹം ആ ബന്ധത്തിൽ ഒഴുക്കും. ആ ഒഴുക്ക്, ആ ഒരു ചൂട്, ആ ഒരു ആഴം ദാമ്പത്യ ജീവിതം ഒരു നവ ഉദയം കണ്ടെത്തും. ഒരു ദിവസം ഇരുന്ന് ആ ഒരു ആളോട് ഉള്ളം തുറക്കൂ. ആ ഒരു ചർച്ച, ആ ഒരു ക്ഷമ ചോദിക്കൽ, ആ ഒരു ക്ഷമ നൽകൽ, ഇത് ഒരു അത്ഭുതം ഉണ്ടാക്കും. കുടുംബ ജീവിതത്തിൽ ഈ ഘട്ടം ഒരു ഉത്തരവാദിത്വത്തിന്റെ ഘട്ടമാണ്. ഒരു കുടുംബ തീരുമാനം, ഒരു കുടുംബ ചർച്ച, ഇത് ഈ നേരം ഉണ്ടാകും. ആ ചർച്ചയിൽ നിങ്ങൾ ഒരു നിർണായക ആൾ ആകും. ആ ഘട്ടത്തിൽ ഒരു ഒത്തൊരുമ ഉണ്ടാക്കാൻ നിങ്ങൾ ഒരു ഇടനില ആൾ ആകണം. കാരണം
ഗ്രഹ ഊർജം ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ശക്തി നൽകുന്നുണ്ട്. ആ ശക്തി ഉപയോഗിക്കൂ. കുടുംബത്തിൽ ഒരു ഒത്തൊരുമ ഉണ്ടാക്കൂ. ആ ഒത്തൊരുമ ഒരു ദൈവ ആശീർവാദം ആകും. വിദ്യാഭ്യാസ രംഗത്തുള്ള തുലാം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ഏകാഗ്രതയുടെ ഘട്ടമാണ്. ചിലർ ഒരു പ്രധാനപ്പെട്ട പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നുണ്ടാകും. ചിലർ ഒരു പ്രവേശന പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്നുണ്ടാകും. ഈ ഘട്ടത്തിൽ ഗ്രഹ ഊർജം ഒരു ബൗദ്ധിക ഊർജം ഉണർത്തുകയാണ്. ഈ ഊർജം ഉപയോഗിക്കൂ. ഒരു ദിനം, ഒരു നേരം, ഒരു ഉദ്ദേശ്യത്തോടെ ഇരിക്കൂ. ഏകാഗ്രതയോടെ ഇരിക്കൂ. ആ ഏകാഗ്രത ഒരു ഫലം ഉണ്ടാക്കും. ആ ഫലം ഒരു ദൈവദാനമാണ്. ചിലർക്ക് ഒരു സ്കോളർഷിപ്പ്, ഒരു പ്രത്യേക അംഗീകാരം, ഒരു സ്ഥാനം ഈ ഘട്ടത്തിൽ ദൃശ്യമാകും. ആരോഗ്യകാര്യങ്ങളിൽ ഈ ഗ്രഹ ഊർജം ശരീരത്തെ ഒന്ന് ഉണർത്തുകയാണ്. ചില തുലാം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു ക്ഷീണം, ഒരു ഉറക്കക്കുറവ്, ഒരു ദഹനക്കേട് ഇവ അനുഭവപ്പെടും. ഇത് ഗ്രഹ ഊർജം ശരീരത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ്. ഇത് ഒരു ദീർഘ അസ്വസ്ഥത ആകില്ല. ഈ ഘട്ടം കഴിഞ്ഞ് ഒരു ഊർജ്ജ ഉദയം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ഉറക്കം ശ്രദ്ധിക്കൂ. ഭക്ഷണം ശ്രദ്ധിക്കൂ. ഒരു ചെറിയ ധ്യാനം, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ ഉറക്കം ഇത് ശരീരത്തിന് ഒരു ഊർജം നൽകും. ദൈവം ഈ ശരീരം രക്ഷിക്കും. ഈ ഘട്ടം കഴിഞ്ഞ് ആരോഗ്യം ഒരു ഉന്നത നിലയിലേക്ക് ഉയരും. വിദേശ ബന്ധങ്ങൾ ഉള്ള തുലാം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ശുഭഘട്ടമാണ്. ഒരു വിദേശ ജോലി, ഒരു വിദേശയാത്ര, ഒരു വിദേശ ബന്ധം ഇവ ഈ ഘട്ടത്തിൽ ഒരു ദൃഢദിശ കണ്ടെത്തും. ചിലർ ഒരു വിദേശ ഭൂമിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ആഗ്രഹം ഒരു ഉണ്മ ആകാൻ ഈ ഗ്രഹ ഊർജം ഒരു വഴി തുറക്കുന്നു. ചിലർ ഒരു വിദേശ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു ആഭ്യന്തര ആഗ്രഹം, ഒരിക്കൽ നാട്ടിൽ തിരിച്ചുവരണം. ഈ ഘട്ടത്തിൽ ആ ആഗ്രഹം ഒരു ദൃഢഘട്ടം നേടും. ഗ്രഹ ഊർജം ഒരു ദ്വാരം തുറക്കും. ആ ദ്വാരത്തിലൂടെ ഒരു നല്ല ഭാഗ്യം ഒഴുകിവരും. ആത്മീയ ജീവിതത്തിൽ ഈ ഘട്ടം ഒരു ആഴമേറിയ ഘട്ടമാണ്. കേതുവിന്റെ ഊർജം, ഗ്രഹദശ ഇവ ഒന്നിച്ചു ചലിക്കുമ്പോൾ ഒരു ആത്മീയ അഭിരുചി ഉള്ളിൽ ഉണർന്നേക്കും. ഒരു ക്ഷേത്ര ദർശനം, ഒരു ദൈവചിന്ത, ഒരു ധ്യാന ഇരുത്തം ഇത് ഈ ദിവസങ്ങളിൽ നൽകൂ. ഈ ഭക്തി ഒരു ഊർജ്ജ കവചമാണ്. ഈ കവചം ഒരു ദൈവ ആശീർവാദമാണ്. ഈ കവചം ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു ഗ്രഹദോഷവും നിങ്ങളെ ബാധിക്കില്ല. ഒരു ഗ്രഹ വെല്ലുവിളിയും നിങ്ങളെ ഒരു ദൈവ ആശീർവാദ ബലത്തിൽ ഒന്ന് ഉലയ്ക്കില്ല. ഈ ഘട്ടത്തിൽ ഒരു മറഞ്ഞ അപകടം ഉണ്ട്. ഈ ഗ്രഹ ഊർജം ചലിക്കുമ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദ്രോഹ ഉദ്ദേശ്യത്തോടെ കടന്നുവരും. ചിലർ ഒരു ഇടപാടിൽ, ഒരു ബിസിനസ് ചർച്ചയിൽ, ഒരു ബന്ധഘട്ടത്തിൽ ഒരു ഒളിഞ്ഞ അജണ്ട വഹിക്കുന്നുണ്ടാകും. ഈ ആൾക്കാരെ ഒരു ജ്ഞാനദൃഷ്ടിയിൽ തിരിച്ചറിയൂ. ആ ഒരു ആൾ ഒരു മധുരവചനം ഉപയോഗിക്കും. ആ ഒരു ആൾ ഒരു ഉടൻ ഫലം വാഗ്ദാനം ചെയ്യും. ആ ഒരു ആൾ ഒരു ആഴം ഇല്ലാത്ത ഒരു സ്നേഹം കാണിക്കും. ആ സൂചനകൾ തിരിച്ചറിയൂ. ഒരു ബന്ധം ഒരു ആഴത്തിൽ ഉണ്ടാകണം. ഒരു ബന്ധം ഒരു ഉദ്ദേശ്യശുദ്ധിയോടെ ഉണ്ടാകണം. ആ ഉദ്ദേശ്യശുദ്ധി ഇല്ലാത്ത ബന്ധം ഒഴിവാക്കൂ. ഇനി പരിഹാരങ്ങൾ. ഈ ഗ്രഹ ഊർജം ഒരു ദൈവദൗത്യമാണ്. ഈ ദൗത്യം ഒരു ശക്തിയോടെ ഏറ്റുവാങ്ങണം. ആദ്യ പരിഹാരം, ഒരു ദേവീക്ഷേത്രത്തിൽ ഈ ദിവസങ്ങളിൽ ദർശനം നടത്തൂ. ദേവി ഊർജം, ഗ്രഹദോഷം ഒരു ആഴ്ച കൊണ്ട് ഒരുമിച്ച് ലഘൂകരിക്കും. ഒരു ദേവി ദർശനം, ഒരു ദേവി ഭക്തി ഇത് തുലാം രാശിക്കാർക്ക് ഒരു ദൈവ കവചമാണ്. രണ്ടാം പരിഹാരം, ഒരു ആൽമരത്തിൽ ഒരു ദൈവദർശനം, ഒരു ജലം ഒഴുക്കൽ, ഒരു ദൈവ പ്രാർത്ഥന ഇത് ശനി ദോഷം ലഘൂകരിക്കും. മൂന്നാം പരിഹാരം, ഓരോ ദിവസവും ഒരു നിമിഷം ഒരു ദൈവചിന്ത, ഒരു ഉള്ളിൽ നിന്ന് ഉള്ള ഒരു കൃതജ്ഞത. ദൈവമുണ്ട്, ദൈവം കൂടെ ഉണ്ട് എന്ന ഒരു ഉണർച്ച. ഈ ഒരു ഉണർച്ച ദൈനംദിന ജീവിതത്തിൽ ഒരു ഊർജ്ജ ഉദയം ഉണ്ടാക്കും. ഈ ഗ്രഹ ഊർജം, ഈ ഘട്ടം, ഈ നേരം ഇതൊക്കെ ഒരു ദൈവദൗത്യമാണ്. ദൈവം ഒരു ദൗത്യം ഒരു ആളിന് നൽകുമ്പോൾ ആ ദൗത്യം ഏറ്റുവാങ്ങാൻ ആ ആൾ ശക്തനുമാണ്. ഈ ദൗത്യം ഏറ്റുവാങ്ങൂ. ഈ ഘട്ടം ഒരു ഉണർവോടെ ജീവിക്കൂ. ഒരു ഉദ്ദേശ്യത്തോടെ ജീവിക്കൂ. ഒരു ദൈവഭക്തിയോടെ ജീവിക്കൂ. ആ ഭക്തി, ആ ഉദ്ദേശ്യം, ആ ഉണർവ് ഇവ ഒന്നിച്ചാൽ ഒരു ദൈവ ആശീർവാദം ഒഴുകിവരും. ആ ആശീർവാദം ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ആ ഘട്ടം ഒരു ദൈവ ദൗത്യമാണ്. ആ ദൗത്യം ഒരു ജീവിതം ഒരു ആഴത്തിൽ ഉണർത്തും. ആ ഉണർവ് ഒരിക്കൽ ഒരു ദൈവദർശനം ആകും. തുലാം രാശിക്കാരെ, ഈ ഗ്രഹ ഊർജം ഒരു ദൈവദൗത്യമാണ്. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം ഒരിക്കലും ഒരു ആളിനെ ഉപേക്ഷിക്കില്ല. ദൈവം ഒരിക്കലും ഒരു ആഴമേറിയ ഭക്തിയെ അവഗണിക്കില്ല. ഈ നേരം, ഈ ഘട്ടം ഒരു ദൈവദൗത്യം ഏറ്റുവാങ്ങൂ. ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയർത്തൂ. ഒരു ദൈവ ആശീർവാദം ഒഴുകിവരും. ആ ആശീർവാദം ഒരു ജീവിതം ഒരു ആഴത്തിൽ ഉണർത്തും. ഈ ദൈവദൗത്യം ഒരു ഉണർവ് ആണ്. ഈ ഉണർവ് ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ആ ഘട്ടം ഒരു ദൈവദൗത്യമാണ്. ദൈവ ആശീർവാദം ഒഴുകിവരട്ടെ. ഒരു ദൈവദർശനം ഉണ്ടാകട്ടെ. ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയരട്ടെ. ഒരു ദൈവ ആശീർവാദം, ഒരു ദൈവസ്നേഹം, ഒരു ദൈവ ഊർജം ഇവ ഒന്നിച്ച് ഒഴുകിവരട്ടെ. ഈ ചാനൽ ഇനിയും ഒരു വലിയ ആഖ്യാനം നൽകാൻ ഒരുങ്ങുന്നു. ഒരു ഗ്രഹ ഊർജ വെളിപ്പാട്, ഒരു ആഴമേറിയ ജ്യോതിഷ ദർശനം, ഒരു അടുത്ത വീഡിയോ ഒരുങ്ങുന്നു. ആ വീഡിയോ ഒരു ജീവിതം ഒരു ആഴത്തിൽ ഉണർത്തും.
ആ വീഡിയോ കാണാൻ ഒരുങ്ങൂ. ദൈവ ആശീർവാദം ഉണ്ടാകട്ടെ. ഒരു ദൈവസ്നേഹം ഉണ്ടാകട്ടെ. ഒരു ദൈവ ഊർജം ഒഴുകിവരട്ടെ. നന്ദി. തുലാം രാശിക്കാരെ, ഒന്ന് ആഴത്തിൽ ശ്വസിക്കൂ. ഒരു നിമിഷം കണ്ണടക്കൂ. ഉള്ളിൽ ഒരു ചോദ്യം ചോദിക്കൂ. ഈ ജീവിതത്തിൽ ഞാൻ ശരിക്കും എന്ത് ആഗ്രഹിക്കുന്നു? ആ ചോദ്യം ഉള്ളിൽ നിന്ന് ഒരു ഉത്തരം നൽകും. ആ ഉത്തരം കേൾക്കൂ. ആ ഉത്തരം ഒരു ദൈവദൂതൻ പറഞ്ഞതാണ്. ഈ ഗ്രഹ ഊർജം ഇപ്പോൾ ഏറ്റവും ശക്തമായ ഒരു ദൈവദർശനം ഉള്ളിൽ ഉണർത്തുകയാണ്. ആ ദർശനം, ആ ഉണർവ്, ആ ആഴം, ഇതൊക്കെ ഒരു ദൈവദൗത്യത്തിന്റെ ഭാഗമാണ്. ഒരു ദൗത്യം ഒരു ആളിന് ലഭിക്കുമ്പോൾ ആ ആൾ ആ ദൗത്യം ഏറ്റുവാങ്ങണം. ഈ നേരം, ഈ ഘട്ടം, ഈ ഗ്രഹ ഊർജം, ഇത് ആ ദൗത്യം ഏറ്റുവാങ്ങാനുള്ള ഒരു ദൈവക്ഷണമാണ്. ഈ ഘട്ടത്തിൽ ജീവിത തിരഞ്ഞെടുപ്പുകൾ ഒരു വലിയ പങ്ക് വഹിക്കും. ഒരു ജീവിതം, ഒരു ദിശ തിരഞ്ഞെടുക്കുന്നത് ഒരു ചെറിയ കാര്യം അല്ല. ഒരു ദൈവദൗത്യം ഒരു ആഴത്തിൽ ഉണർത്തുന്ന ഒരു ഘട്ടമാണ് ഇത്. ഈ ഘട്ടത്തിൽ ഒരു ജീവിതം, ഒരു ദൈവദർശനം കണ്ടെത്തണം. ആ ദർശനം ഒരു ആഴമേറിയ ഉള്ളിൽ നിന്ന് ഉണ്ടാകും. ഒരു ജോലി ഉപേക്ഷിക്കണമോ? ഒരു ബന്ധം ദൃഢപ്പെടുത്തണമോ? ഒരു ബിസിനസ്, ഒരു നവദിശ സ്വീകരിക്കണമോ? ഒരു ദേശം ഉപേക്ഷിക്കണമോ? ഒരു ദേശം തേടണമോ? ഈ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉത്തരം ആവശ്യപ്പെടും. ആ ഉത്തരം ഒഴിഞ്ഞു മാറരുത്. ആ ഉത്തരം ഉള്ളിൽ നിന്ന് വരട്ടെ. ആ ഉള്ളിൽ നിന്ന് ഉള്ള ഉത്തരം ഒരു ദൈവദൂതൻ നൽകിയതാണ്. ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഉറക്കെ പറയട്ടെ. ഈ ഗ്രഹദശ ഒരു ഉദ്ദേശ്യത്തോടെ ഉണർന്നിരിക്കുകയാണ്. ആ ഉദ്ദേശ്യം ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയർത്തുക. ഒരു ജീവിതം ഒരു ആഴമേറിയ അർത്ഥത്തോടെ ജീവിക്കാൻ ഒരുക്കുക. ഒരു ജീവിതം ഒരു ദൈവ ആശീർവാദത്തോടെ ഒഴുകുക. ഈ ഉദ്ദേശ്യം, ഈ ഘട്ടം, ഈ ഊർജം, ഇതൊക്കെ ഒരു ദൈവദൗത്യമാണ്. ആ ദൗത്യം ഏറ്റുവാങ്ങൂ. ഒരു ഉണർവോടെ ജീവിക്കൂ. ഒരു ഉദ്ദേശ്യത്തോടെ ജീവിക്കൂ. ഒരു ദൈവഭക്തിയോടെ ജീവിക്കൂ. ഇനി അടുത്ത 15 ദിവസങ്ങളുടെ ഒരു ചിത്രം ഒന്നുകൂടി കാണൂ. ഈ ദിവസങ്ങളിൽ, ഒരു ആദ്യ ആഴ്ചയിൽ, ഒരു ബന്ധ ഉണർവ്, ഒരു ധന ഉണർവ്, ഒരു ആന്തരിക ഉണർവ്, ഇവ മൂന്നും ഒരുമിച്ച് ഉണ്ടാകും. ഒരു ആദ്യ ആഴ്ച ഒരു ഉണർവിന്റെ ആഴ്ചയാണ്. ഒരു രണ്ടാം ആഴ്ചയിൽ ഒരു ദൃഢഘട്ടം. ഒരു ബന്ധം ദൃഢമാകും. ഒരു ജോലി ദൃഢമാകും. ഒരു ജീവിതം ഒരു ദൃഢദിശ നേടും. ഒരു രണ്ടാം ആഴ്ച ഒരു ദൃഢഘട്ടത്തിന്റെ ആഴ്ചയാണ്. ഈ രണ്ടും ഒന്നിച്ചാൽ ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയരും. ആ ഉന്നത ഘട്ടം ഒരു ദൈവ ആശീർവാദമാണ്. ഒരു ഗ്രഹദശ ഒരു ചക്രമാണ്. ആ ചക്രം ഇപ്പോൾ ഒരു ഉന്നത ഘട്ടത്തിലാണ്. ഗ്രഹദശ ഒരു ദൈവദൗത്യമാണ്. ആ ദൗത്യം ഏറ്റുവാങ്ങൂ. ഒരു ജീവിതം ഒരു ഉദ്ദേശ്യത്തോടെ ജീവിക്കൂ. ഒരു ദൈവഭക്തിയോടെ ജീവിക്കൂ. ഒരു ദൈവ ആശീർവാദം ഒഴുകിവരും. ആ ആശീർവാദം ഒരു ജീവിതം ഒരു ആഴത്തിൽ ഉണർത്തും. ആ ഉണർവ് ഒരു ദൈവദർശനം ആകും. ആ ദർശനം ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഗ്രഹസഞ്ചാരം ഒരു നദിയുടെ ഒഴുക്ക് പോലെയാണ്. ആ ഒഴുക്ക് ഒരു ദിശ ആണ്. ആ ദിശ ഒരു ദൈവ ഉദ്ദേശ്യമാണ്. ഇപ്പോൾ ആ ഒഴുക്ക് ഒരു ഉന്നത ദിശ ആണ്. ഉന്നത ദിശ ഉള്ള ഒരു ഒഴുക്ക് ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ആ ഘട്ടം ഒരു ദൈവ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റുവാങ്ങൂ. ഒരു ഉണർവോടെ ജീവിക്കൂ. ഒരു ഉദ്ദേശ്യത്തോടെ ജീവിക്കൂ. ഒരു ദൈവഭക്തിയോടെ ജീവിക്കൂ. ഒരു ദൈവദർശനം ഒരു ആഴമേറിയ ഉള്ളിൽ നിന്ന് ഉണ്ടാകും. ആ ദർശനം, ആ ഉണർവ്, ആ ആഴം, ഇതൊക്കെ ഒരു ദൈവദൗത്യത്തിന്റെ ഭാഗമാണ്. ഒരു ദൗത്യം ഒരു ആളിന് ലഭിക്കുമ്പോൾ ആ ആൾ ആ ദൗത്യം ഏറ്റുവാങ്ങണം. ഈ ഗ്രഹ ഊർജം, ഈ ഘട്ടം, ഈ നേരം, ഇത് ആ ദൗത്യം ഏറ്റുവാങ്ങാനുള്ള ഒരു ദൈവക്ഷണമാണ്. ആ ക്ഷണം ഏറ്റുവാങ്ങൂ. ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയർത്തൂ. ഒരു ദൈവ ആശീർവാദം ഒഴുകിവരും. ആ ആശീർവാദം ഒരു ജീവിതം ഒരു ആഴമേറിയ ഘട്ടത്തിൽ ഉണർത്തും. ആ ഉണർവ് ഒരു ദൈവദർശനം ആകും. ഇനി ഞാൻ ഒരു ഉറ്റ ചങ്ങാതിയായി നിങ്ങളോട് പറയട്ടെ. ജീവിതത്തിൽ ഒരു ഘട്ടം വരും. ഒരു ഘട്ടം, ഏതു ദിശ ആണ് ശരി, ഏതു തിരഞ്ഞെടുപ്പ് ആണ് ശരി എന്ന് ഒരു ആഴ്ചകൾ, ഒരു ദിവസങ്ങൾ, ഒരു ഘട്ടം ഉത്തരം ലഭിക്കാതെ ഇരിക്കും. ആ ഘട്ടം ഒരു ദൈവ ഒരുക്കമാണ്. ആ ഒരുക്കത്തിൽ ഒരു ദൈവ ഉദ്ദേശ്യമുണ്ട്. ആ ഉദ്ദേശ്യം ഒരു ദൈവ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റുവാങ്ങൂ. ഒരു ഉണർവോടെ ആ ഘട്ടം ജീവിക്കൂ. ഒരു ഉദ്ദേശ്യത്തോടെ ആ ഘട്ടം ജീവിക്കൂ. ആ ഘട്ടം ഒരു ദൈവ ആശീർവാദം ആകും. ഈ ഗ്രഹ ഊർജം ഒരു ദൈവ ദൗത്യമാണ്. ദൈവം ഒരു ദൗത്യം ഒരു ആളിന് നൽകുമ്പോൾ ആ ദൗത്യം ഏറ്റുവാങ്ങാൻ ആ ആൾ ശക്തനുമാണ്. ദൈവമോ ഒരിക്കലും ഒരു ആളിന് ഒരു ഭാരം അവർ ചുമക്കാൻ ആകാത്ത ഭാരം നൽകില്ല. ആ ഒരു ദൈവ ഉറപ്പുള്ളിൽ ഒരു ദൃഢവിശ്വാസമായി ഉണ്ടാകട്ടെ. ആ വിശ്വാസം ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയർത്തും. ഒരു ദൈവ ആശീർവാദം ഒഴുകിവരും. ആ ആശീർവാദം ഒരു ജീവിതം ഒരു ആഴമേറിയ ഘട്ടത്തിൽ ഉണർത്തും. ഒരു ആഴ്ച, ഒരു ദിവസം, ഒരു ഘട്ടം, ഇതൊക്കെ ഒരു ദൈവ ഒരുക്കമാണ്. ആ ഒരുക്കം ഒരു ദൈവ ദൗത്യമാണ്. ഈ ദൗത്യം ഏറ്റുവാങ്ങൂ. ഒരു ഉണർവോടെ ജീവിക്കൂ. ഒരു ഉദ്ദേശ്യത്തോടെ ജീവിക്കൂ. ഒരു ദൈവഭക്തിയോടെ ജീവിക്കൂ. ഒരു ദൈവ ആശീർവാദം ഒഴുകിവരും. ആ ആശീർവാദം ഒരു ജീവിതം ഒരു ആഴത്തിൽ ഉണർത്തും. ആ ഉണർവ് ഒരു ദൈവദർശനം ആകും. ആ ദർശനം ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു നിമിഷം ഉള്ളിൽ ദൈവത്തോട് ഒരു പ്രാർത്ഥന ഉള്ളിൽ നിന്ന് ഉരുവിടൂ.
ദൈവമേ, ഈ ഗ്രഹ ഊർജം, ഈ ഘട്ടം, ഈ ദൗത്യം ഞാൻ ഏറ്റുവാങ്ങുന്നു. ഈ ജീവിതം ഒരു ഉദ്ദേശ്യത്തോടെ ജീവിക്കാൻ ഒരു ശക്തി നൽകണമേ. ആ ഒരു പ്രാർത്ഥന ഒരു ദൈവ ആശീർവാദം ആകും. ആ ആശീർവാദം ഒരു ജീവിതം ഒരു ഉന്നത ഘട്ടത്തിൽ ഉണർത്തും. ഒരു ദൈവദർശനം ഒരു ആഴമേറിയ ഉള്ളിൽ നിന്ന് ഉണ്ടാകട്ടെ. ആ ദർശനം ഒരു ജീവിതം ഒരു ആഴമേറിയ ഘട്ടത്തിൽ ഉണർത്തട്ടെ. തുലാം രാശിക്കാരെ, ഈ വീഡിയോ ഒരു ദൈവദൂതൻ നൽകിയതാണ്. ഈ വാക്കുകൾ ഒരു ദൈവ ആശ്വാസമാണ്. ഈ ഗ്രഹ ഊർജം ഒരു ദൈവദൗത്യമാണ്. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം ഒരിക്കലും ഒരു ആളിനെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കില്ല. ദൈവം ഒരിക്കലും ഒരു ഭക്തിയെ കൈവിടില്ല. ഒരു ദൈവ ആശീർവാദം ഒഴുകിവരട്ടെ. ഒരു ദൈവസ്നേഹം ഒഴുകിവരട്ടെ. ഒരു ദൈവ ഊർജം ഒഴുകിവരട്ടെ. ഈ ജീവിതം ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയരട്ടെ. ഈ ജീവിതം ഒരു ദൈവദൗത്യം ആകട്ടെ. ഒരു ദൈവദർശനം ഉണ്ടാകട്ടെ. ഈ ചാനൽ ഒരു ദൈവദൗത്യത്തോടെ ഒരു ആഴമേറിയ ജ്യോതിഷ ദർശനം നൽകുന്നു. ഒരു അടുത്ത വീഡിയോ ഒരുങ്ങുന്നു. ആ വീഡിയോ ഒരു ദൈവദൗത്യമാണ്. ആ ദൗത്യം ഒരു ഉണർവ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ അമർത്തൂ. കൂടെ ഉള്ള ഉറ്റ ജനങ്ങൾക്കും ഈ ആഖ്യാനം പങ്കുവെക്കൂ. ഒരു ദൈവ ആശീർവാദം ഒഴുകിവരട്ടെ. ഒരു ദൈവസ്നേഹം ഉണ്ടാകട്ടെ. ഒരു ദൈവ ഊർജം ഒഴുകിവരട്ടെ. തുലാം രാശിക്കാർക്ക് ദൈവ ആശീർവാദം ഉണ്ടാകട്ടെ. ഒരു ഉന്നത ജീവിതം ഉണ്ടാകട്ടെ. ഒരു ദൈവദൗത്യം ആകട്ടെ. ഒരു ദൈവദർശനം ഉണ്ടാകട്ടെ. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.